ഹലോ, ഇന്നത്തെ നമ്മുടെ ഒരു കുട്ടി വീഡിയോ ആണ്. മടി പിടിച്ചിരിക്കുന്ന ഒരു ദിവസം ഉച്ചയ്ക്ക് ഊണിന് എന്താ കറി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചപ്പോഴാണ് ഉണക്കമീനും പച്ചമാങ്ങയും കൊണ്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ ഉണക്കമീൻ, പച്ചമാങ്ങ നമ്മുടെ പുളി അനുസരിച്ച്, ഇവിടെ ഇപ്പോൾ അധികം പുളിയില്ലാത്ത മാങ്ങ ആയതുകൊണ്ട് ഒരെണ്ണം ഫുൾ എടുത്തിട്ടുണ്ട്, തേങ്ങ ചിരകിയത്, ഒരു കൈപ്പിടി ചെറിയ ഉള്ളി അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില. എങ്ങനെയാണ് നമുക്ക് ഈ കറി റെഡിയാക്കാൻ നോക്കാം. പെട്ടെന്ന് റെഡിയായി കിട്ടുന്ന ഒരു കറിയാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് സമയം മതി, നമുക്ക് ചടേന്ന് ഈ കറി റെഡിയാക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇതിന് മൺചട്ടിയാണ് കേട്ടോ. മീൻ കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ മൺചട്ടിയാണ് ഏറ്റവും നല്ലത്. മൺചട്ടി ഇപ്പം എൻ്റെ കയ്യിലത് ഫ്രീ അല്ലാത്തത് കൊണ്ട് ഞാനൊരു കുക്കറിൽ എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് വത്തലമുളകും കറിവേപ്പിലയും കൂടി ഇടുന്നു. കറിവേപ്പിലൊക്കെ ഓരോരുത്തർക്കും അവരവരുടെ എന്താ പറയുക, ഇതിനകത്ത് ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും അങ്ങനെ കൃത്യമായിട്ടൊരു അളവിലല്ല കേട്ടോ. കാരണം ഞാനിങ്ങനെ ഉണ്ടാക്കുമ്പോൾ എല്ലാം ഒരു കൈപ്പിടി, എനിക്ക് തോന്നുന്ന ഒരു അളവ് പാകത്തിന് കണക്കാക്കിയാണ് ഇടുക. കറിവേപ്പില എനിക്ക് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ഞാനത് കുറച്ച് കൂടുതൽ ചേർക്കുന്നു കേട്ടോ. ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന ചെറിയ ഉള്ളി ഇല്ലേ, ആ ചെറിയ ഉള്ളി നമുക്ക് ചേർക്കുക. ചെറിയ ഉള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിന് ആയിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അത് വീഡിയോയിൽ സ്കിപ്പായിട്ടോ. ചെറിയ ഉള്ളിയൊക്കെ പെട്ടെന്ന് നമുക്ക് സവാള, ചെറിയ ഉള്ളി എല്ലാം വഴന്ന് കിട്ടാനായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഉപ്പ് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മൂപ്പിക്കുക. പച്ചമുളകും കൂടെ ചേർത്തു. അങ്ങനെ ഉള്ളി നന്നായിട്ട് മൂപ്പായി വരുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർക്കണം. പൊടികളെന്ന് പറയാനായിട്ട് അധികമൊന്നും ഇല്ല കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി മാത്രമേ ഉള്ളൂ. പിന്നെ നേരത്തെ നമ്മളവിടെ തേങ്ങ ചിരകി വെച്ചത് നമ്മൾ അരപ്പാക്കുന്നുണ്ട്. അതിലും ഇതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചെറിയ ഉള്ളിയും കൂടെ ചേർത്താണ് നമ്മളത് അരച്ചിരുന്നത്. ഇനി ആ അരപ്പ് നമ്മൾ ചേർക്കുന്നു. മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് ഇനി നമുക്കതിലേക്ക് പച്ചമാങ്ങ ചേർക്കാം. അപ്പോൾ പച്ചമാങ്ങ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് പച്ചമാങ്ങ ഇഷ്ടമുള്ളവരുണ്ടാകും. അപ്പം അങ്ങനെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് നമുക്കതനുസരിച്ച് ഇടുക. പിന്നെ പുളിയും നോക്കിയിട്ട്, അധികം പുളിയില്ലാത്ത മാങ്ങ ആയതുകൊണ്ട് ഞാൻ ഒരു മാങ്ങ തന്നെ ഫുൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ. ഇനി മാങ്ങ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. മാങ്ങ ഒരു പകുതി മുക്കാൽ വേവായി കഴിയുമ്പോഴത്തേക്കും നമുക്കതിനകത്തേക്ക് ഉണക്കമീനും കൂടെ ചേർക്കാം. ഉണക്കമീൻ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തവിയും കൊണ്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു പാത്രം ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടൊക്കെ ഒന്ന് മാറി മഴയൊക്കെ പെയ്തു തുടങ്ങിയിട്ടുണ്ടാവില്ല എല്ലാവരുടെയും അവിടെ. ഇവിടെയൊക്കെ മഴ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഊണിന് നല്ല ചൂടുള്ള കുത്തിരിച്ചോറും ഈ ഒരു കറിയും മാത്രം മതി, പെട്ടെന്ന് റെഡിയായി കിട്ടും കേട്ടോ. ഇവിടെ കറി റെഡിയായിട്ടുണ്ട്, തിളച്ച് വന്നു. ഉണക്കമീനും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്ക് വളരെ ടേസ്റ്റാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പോൾ അതിലുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങളും ഒക്കെ ഉണ്ടാകും, അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് എന്തൊക്കെയായിരുന്നു ചോറിന്? ഈ ഒരു കറി, ഉണക്കമീനും പച്ചമാങ്ങയും കൂടെയുള്ള ഈ ഒരു കറിയും, കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നതിൻ്റെ ബാക്കിയാണ് കേട്ടോ. കുറച്ച് ബീഫും പോർക്കും ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഇത്ര ആഡംബരമാണെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. ഇന്ന് ഈ ഒരു കറി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെയുള്ളത് അപ്പളമാണ്. പപ്പടം അല്ല ഇന്ന് ഉണ്ടായിരുന്നത്, നമുക്ക് അപ്പളമാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ലഞ്ച്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞങ്ങളുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്